ഹലോ ഫ്രണ്ട്സ്, പ്ലസ് വൺ ഫിസിക്സിലെ മോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈൻ എന്ന ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈനിലെ ആദ്യത്തെ ടോപ്പിക്സ്, അതായത് മോഷൻ്റെ പാരാമീറ്റേഴ്സിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെൻറ്റ്, വെലോസിറ്റി, ആക്സിലറേഷൻ, അതുപോലെ സ്പീഡ്, ഈ ടേംസിനെ കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തു. നിങ്ങൾ കുറച്ചൊക്കെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും എല്ലാ ദിവസവും നമ്മളിവിടെ ഫോളോ ചെയ്യുന്ന ടോപ്പിക് ഏതാണോ ആ ടോപ്പിക്കിലെ മിനിമം 10 ക്വസ്റ്റ്യൻസ് എങ്കിലും എല്ലാ ദിവസവും വർക്കൗട്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് ഫിസിക്സിലെ പ്രോബ്ലംസ് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അതുകൊണ്ട് അതെല്ലാവരും ശ്രദ്ധിക്കണം. ഓക്കെ, ഇന്ന് നമ്മൾ സ്ട്രൈറ്റ് ലൈനിൻ്റെ ഗ്രാഫ്സിനെ കുറിച്ചാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. പ്രധാനപ്പെട്ട ഗ്രാഫുകൾ പൊസിഷൻ ടൈം ഗ്രാഫ്, വെലോസിറ്റി ടൈം ഗ്രാഫ്, ആക്സിലറേഷൻ ടൈം ഗ്രാഫ്, അതുപോലെ തന്നെ ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ്. ഇത്രയും ഗ്രാഫുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അതിൻ്റെ മുന്നേ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തിട്ടുള്ള ടോപ്പിക്കിൽ നിന്ന് 2-3 ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിക്കാം. അതിന് നിങ്ങൾ അതിൻ്റെ ആൻസർ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നമ്മളൊരു ഇൻറ്ററാക്റ്റീവ് സെഷനായി പോയാൽ മാത്രമേ നമ്മുടെ ഇടയിലുള്ളൊരു കണക്ഷൻ രൂപപ്പെട്ട് വരുള്ളൂ, അല്ലേ? അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാം. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, സ്ട്രൈറ്റ് ലൈനിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി, അത് നേരെ ആവട്ടെ മുകളിലേക്കാവട്ടെ എങ്ങോട്ടെങ്കിലും ആവട്ടെ, അല്ലേ? ആ ബോഡി അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ആ പോയിന്റിലുള്ള ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്ന പോയിന്റിലുള്ള അതിൻ്റെ വെലോസിറ്റിക്ക് എന്താണ് സംഭവിക്കുക? ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. അതിൻ്റെ വെലോസിറ്റി എന്തായിരിക്കും? ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, രണ്ട് ബോഡി അവർ രണ്ടാളും ചലിച്ചുകൊണ്ടിരിക്കുകയാണ് സ്ട്രേറ്റ് ലൈനിൽ. അപ്പോൾ അവരുടെ രണ്ടാളുടെയും സ്പീഡ് ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ അവരുടെ വെലോസിറ്റി ഡിഫറൻ്റ് ആവാനുള്ള സാഹചര്യങ്ങളുണ്ടോ? അതായത് വെലോസിറ്റി ഡിഫറൻ്റ് ആവാൻ പറ്റുമോ? ഇതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഞാൻ ഒന്നുകൂടി പറയാം. സ്ട്രേറ്റ് ലൈനിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുമ്പോഴുള്ള അതിൻ്റെ വെലോസിറ്റി എന്താണ്? അതുപോലെ തന്നെ രണ്ട് ബോഡീസ് അവർക്ക് ഒരേ സ്പീഡാണുള്ളത്. അങ്ങനെയാണെങ്കിൽ ഡിഫറെൻ്റ് വെലോസിറ്റി ഉണ്ടാവാൻ കഴിയുമോ? ഓക്കെ, ഇതാണ് രണ്ട് ക്വസ്റ്റ്യൻ. എനിവേ, നമുക്ക് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് വരാം, അല്ലേ? ഇന്നത്തെ ടോപ്പിക് എന്താണ്? ഗ്രാഫ്സ് ആണ്. ഏതൊക്കെ ഗ്രാഫ്സ് ആണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്? പൊസിഷൻ ടൈം ഗ്രാഫ് പഠിക്കുന്നുണ്ട്, അതുപോലെ വെലോസിറ്റി ടൈം ഗ്രാഫ്, ആക്സിലറേഷൻ ടൈം ഗ്രാഫ്, വെലോസിറ്റി ഡിസ്പ്ലേസ്മെൻറ്റ് ഗ്രാഫ്, അതുമായി ബന്ധപ്പെട്ട എക്സാമ്പിൾസ്. ഓക്കെ, പൊസിഷൻ ടൈം ഗ്രാഫ് നമുക്ക് സാധാരണ നീറ്റ് എക്സാമിലൊക്കെ ഒരുപാട് ഗ്രാഫുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ പൊസിഷൻ ടൈം ഗ്രാഫുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്തൊക്കെ ഡാറ്റയാണ് ഇൻ്റർപ്രീറ്റ് ചെയ്യാൻ പറ്റുക, അതുവഴി എങ്ങനെയൊക്കെയാണ് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുക? ഒന്നാമത്തേത്, 2 കാര്യങ്ങളാണ് പ്രധാനമായും പൊസിഷൻ ടൈം ഗ്രാഫ് നമുക്ക് കിട്ടുക. ഒന്ന് ആവറേജ് വെലോസിറ്റിയും മറ്റൊന്ന് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിയും. ആവറേജ് വെലോസിറ്റി കിട്ടാൻ ഞാനിപ്പോൾ ഇവിടെ ഒരു ഗ്രാഫ് കാണിച്ചിട്ടുണ്ട്. ഈ ഗ്രാഫിനെ ഞാൻ ഒന്നുകൂടി നിങ്ങൾക്ക് നന്നായിട്ട് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടി അതിനെ സോളിഡ് ആക്കിയിട്ട് വരക്കാം. ഓക്കെ, എക്സ് ആക്സിസിൽ ടി ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്, ടി ഇൻ സെക്കൻഡ്, അല്ലേ? ഇത് എക്സ് ആക്സിസ് ആണ്. വൈ ആക്സിസിൽ നമ്മൾ പാർട്ടിക്കിളിൻ്റെ പൊസിഷനാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, മീറ്റേഴ്സിലാണ് എടുത്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ഗ്രാഫ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ഗ്രാഫ് കർവ്. അതിൽ x1 എന്നുള്ള പൊസിഷനിൽ t1 ആണ് അതിൻ്റെ സമയം, അല്ലെങ്കിൽ t1 എന്നുള്ള സമയത്ത് അതിൻ്റെ പൊസിഷൻ, പാർട്ടിക്കിളിൻ്റെ പൊസിഷൻ x1 ആണ്. അതുപോലെ t2 എന്നുള്ള സമയത്ത് പാർട്ടിക്കിളിൻ്റെ പൊസിഷൻ എന്താണ്? x2 ആണ്. ഓക്കെ, ഇവിടെ നിന്ന് ആവറേജ് വെലോസിറ്റി നമുക്ക് എങ്ങനെ കിട്ടുക? നമുക്കറിയാം, ആവറേജ് വെലോസിറ്റിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്, ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ്, ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ ആണ്, അല്ലേ? ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ പൊസിഷൻ എന്ന് നമുക്ക് പറയാം. പൊസിഷൻ്റെ ഇൻ ടേംസിൽ പറയുകയാണെങ്കിൽ ചേഞ്ച് ഇൻ പൊസിഷൻ, അല്ലേ? ചേഞ്ച് ഇൻ പൊസിഷൻ ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ ആണ്. എന്ത് ടൈം ടേക്കൺ ആണ് എന്തെന്ന് പറയുന്നത്? ആവറേജ് വെലോസിറ്റി, വി ആവറേജ് എന്ന് പറയുന്നത്, അല്ലേ? ഇവിടെ ചേഞ്ച് ഇൻ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ പാർട്ടിക്കിളിൻ്റെ കേസിലാണെങ്കിൽ അതിൻ്റെ ഫൈനൽ പൊസിഷൻ എന്ന് പറയുന്നത് x2 ആണ്, ഇനീഷ്യൽ പൊസിഷൻ എന്ന് പറയുന്നത് x1 ആണ്. അപ്പോൾ നമുക്ക് x2 - x1
എന്നതാണ് ചേഞ്ച് ഇൻ പൊസിഷൻ അല്ലേ. അതുപോലെ ചേഞ്ച് ഇൻ ടൈം എന്ന് പറയുന്നത് T1ൽ നിന്നും T2 വരെയുള്ള സമയം, T1 എന്ന സമയത്ത് തുടങ്ങി T2 എന്നുള്ള സമയം വരെയാണ് പാർട്ടിക്കിൾ മൂവ് ചെയ്തിട്ടുള്ളത് അല്ലേ. അതുകൊണ്ട് തന്നെ ഡിവൈഡഡ് ബൈ T2 മൈനസ് T1 എന്ന് പറയാം. അതാണ് ചേഞ്ച് ഇൻ ടൈം, അല്ലെങ്കിൽ ടോട്ടൽ ടൈം ടേക്കൺ, അല്ലെങ്കിൽ ടൈം ഇന്റർവെൽ എന്തും പറയാം അല്ലേ. ഓക്കെ, ഇതാണ് ഇവിടുത്തെ ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത്. ഇനി ഈ x2 മൈനസ് x1നെ നമുക്ക് ഡെൽറ്റ എക്സ് എന്ന് എഴുതാം അല്ലേ. അതുപോലെ T2 മൈനസ് T1നെ നമുക്ക് ഡെൽറ്റ ടി എന്നും എഴുതാം. ഇതാണ് ഇവിടുത്തെ ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഗ്രാഫ്, സ്ട്രേറ്റ് ലൈൻ ഗ്രാഫ് ആണെങ്കിൽ നമുക്ക് ഗ്രാഫ് ഇന്റർപ്രീറ്റ് ചെയ്താൽ അറിയാൻ പറ്റും. ഇവിടെ ടാൻ തീറ്റ എന്ന് പറയുന്നത് ഈ നമ്മുടെ എ എന്ന് പറയുന്ന പോയിന്റും എ എന്ന് പറയുന്ന പോയിന്റാണ് T1ലുള്ള ഗ്രാഫിലെ പോയിന്റ് അല്ലേ. ഓക്കെ, ഇനി നമുക്ക് ഗ്രാഫിലേക്ക് വരാം അല്ലേ. ഗ്രാഫിൽ എ എന്ന് പറയുന്ന പോയിന്റാണ് T1നെയും x1നെയും റെപ്രസെന്റ് ചെയ്യുന്ന പോയിന്റ് അല്ലേ. അതുപോലെ ബി എന്ന് പറയുന്ന പോയിന്റാണ് T2 എന്ന് പറയുന്ന ടൈമിനെ റെപ്രസെന്റ് ചെയ്യുന്ന പോയിന്റ്. അപ്പോൾ നമ്മൾ എയിൽ നിന്നും ബിയിലേക്ക് ഒരു കോഡ് വരക്കുകയാണെങ്കിൽ, കോഡ് എന്ന് പറയുമ്പോൾ നമ്മൾ മലയാളത്തിൽ ഞാനെന്നാണ് പറയാം അല്ലേ, കോഡ് വരക്കുകയാണെങ്കിൽ ഈ കോഡിൻ്റെ സ്ലോപ്പായിരിക്കും എന്ത്, ഈ കോഡിൻ്റെ സ്ലോപ്പ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇതാണ് ഈ ബ്ലൂ കളറിൽ കാണിച്ചിട്ടുള്ളതാണ് കോഡ് അല്ലേ. അപ്പോൾ അതിൻ്റെ സ്ലോപ്പ് എന്താണ്, ടാൻ തീറ്റയാണ് അല്ലേ. സ്ലോപ്പ് ഈക്വൽ ടു ടാൻ തീറ്റയാണ്. ടാൻ തീറ്റ എന്ന് പറയുമ്പോൾ ഇതാണ് തീറ്റ എങ്കിൽ ടാൻ തീറ്റ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡാണ് അല്ലേ. ടാൻ തീറ്റ ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഇവിടെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് ഡെൽറ്റ എക്സ് ആണ് അല്ലേ. ഡെൽറ്റ എക്സ് ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുന്നത് ഡെൽറ്റ ടി ആണ്. അപ്പോൾ സ്ലോപ്പ് ഈക്വൽ ടു ഡെൽറ്റ എക്സ് ഡിവൈഡ് ബൈ ഡെൽറ്റ ടി എന്ന് നമുക്ക് കിട്ടും. നേരത്തെ നമുക്ക് ആവറേജ് വെലോസിറ്റി ഈക്വൽ ടു ഡെൽറ്റ എക്സ് ഡിവൈഡ് ബൈ ഡെൽറ്റ ടി എന്ന് കിട്ടി. രണ്ടിനെ ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടും എന്ത്, ആവറേജ് വെലോസിറ്റി വി ആവറേജ് ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് ദി കോഡ് അല്ലേ. സ്ലോപ്പ് ഓഫ് ദി കോഡ്. ഓക്കെ, അപ്പോൾ കോഡിൻ്റെ സ്ലോപ്പാണ് എന്തെന്ന് പറയുന്നത് ഇവിടുത്തെ ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത്. നമ്മൾ വൈ ആക്സിസിൽ പൊസിഷനും അതുപോലെ എക്സ് ആക്സിസിൽ ടൈമുമായിട്ട് എടുത്തിട്ട് ഗ്രാഫ് വരച്ചാൽ ആ ഗ്രാഫിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന കർവിൻ്റെ അല്ലെങ്കിൽ ഗ്രാഫിൻ്റെ രണ്ട് പോയിന്റിൻ്റെ ഇടയിലുള്ള ആവറേജ് വെലോസിറ്റി എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ആൻസർ പറയാൻ പറ്റും എന്ത്, ആ രണ്ട് പോയിന്റിനെയും കണക്ട് ചെയ്യുന്ന കോഡിൻ്റെ സ്ലോപ്പ് ആയിരിക്കും എന്ത്, അവിടുത്തെ ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് അല്ലേ. സ്ലോപ്പ് ഓഫ് കോഡ് ബിറ്റ്വീൻ എനി ടു പോയിന്റ്സ് ഓൺ പൊസിഷൻ ടൈം ഗ്രാഫ്സ് ഗീവ്സ് അസ് ആവറേജ് വെലോസിറ്റി. ഓക്കെ, റെഡി. ഇനി ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്താണ്? ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിന്റെ ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞത് ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് ഒരു ടൈം ഇന്റർവെല്ലിലാണ് അല്ലേ. T2 മൈനസ് T1 അല്ലെങ്കിൽ T3 മൈനസ് T2 ഇങ്ങനെ ഒരു ടൈം ഇന്റർവെല്ലാണ് അവിടെ അല്ലേ. ഇൻസ്റ്റന്റേനിയസ് എന്ന് പറയുന്നത് നമ്മൾ നോക്കുന്ന ഇൻസ്റ്റന്റിലുള്ള വെലോസിറ്റിയാണ് അല്ലേ. അത് കാണാൻ നമുക്ക് ഏത് ഇൻസ്റ്റന്റിലാണോ നമുക്ക് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി കാണേണ്ടത് ആ പോയിന്റിൽ, ഇപ്പം ഇവിടെ T എന്ന് പറയുന്ന ടൈമിലുള്ള വെലോസിറ്റിയാണ് കാണേണ്ടതെങ്കിൽ, അല്ലെങ്കിൽ T1 എന്ന് പറയുന്ന ടൈമിലുള്ള വെലോസിറ്റി ആണെങ്കിൽ ആ ഇൻസ്റ്റന്റിൽ ആ പോയിന്റിന് എന്താണ്, ആ പോയിന്റിന് നമ്മളൊരു ടാൻജന്റ് വരയ്ക്കുകയാണ്. ഓക്കെ, പൊസിഷൻ ടൈം ഗ്രാഫ് തന്നെയാണ് ഇതും. ഈ പൊസിഷൻ ടൈം ഗ്രാഫിന് നമ്മൾ ഏത് പോയിന്റിലാണോ നമുക്ക് ഇൻസ്റ്റന്റ് വെലോസിറ്റി കാണേണ്ടത് ആ ഇൻസ്റ്റന്റിലുള്ള ആ പോയിന്റിന് നമ്മൾ ടാൻജന്റ് വരയ്ക്കുകയാണെങ്കിൽ ആ ടാൻജന്റിന്റെ സ്ലോപ്പ് ആയിരിക്കും എന്ത്, ഇൻസ്റ്റന്റ് വെലോസിറ്റി എന്ന് പറയുന്നത്, ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു പോയിന്റിൽ എ എന്ന് പറയുന്ന പോയിന്റിന് ടാൻജന്റ് വരച്ചിരിക്കുന്നു. ഈ ടാൻജന്റിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ടാൻ തീറ്റയാണ് അല്ലേ. ടാൻ തീറ്റ ഈക്വൽ ടു ഇത് ഡിവൈഡ് ബൈ, അതായത് ഞാനിവിടെ പേര് കൊടുക്കുകയാണെങ്കിൽ ബി സി എന്ന് കൊടുക്കുകയാണെങ്കിൽ എ സി ആണെന്ത് ഇവിടുത്തെ ഓപ്പോസിറ്റ് സൈഡ്. അപ്പോൾ എ സി ഡിവൈഡഡ് ബൈ ബി സി എന്ന് പറയാൻ പറ്റും അല്ലേ. ടാൻ തീറ്റ ഈക്വൽ ടു എ സി ഡിവൈഡ് ബൈ ബി സി. അപ്പോൾ നമുക്ക് പറയാം പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ എന്താണ്, ഒരു പോയിന്റിലുള്ള ഏതെങ്കിലും ഒരു ഇൻസ്റ്റന്റിലുള്ള ഒരു പോയിന്റിലുള്ള ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്ന് പറയുന്നത് ആ പോയിന്റിൻ്റെ പൊസിഷൻ ടൈം ഗ്രാഫിലെ ആ പോയിന്റിൻ്റെ
ടാൻജൻറ്റിൻ്റെ സ്ലോപ്പിന് ഈക്വൽ ആയിരിക്കും. റെഡി? സ്ലോപ്പ് ഓഫ് ടാൻജൻറ്റ് പൊസിഷൻ ടൈം ഗ്രാഫ് അറ്റ് എനി ഇൻസ്റ്റൻറ്റ് ഗീവ്സ് us ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി അറ്റ് ദാറ്റ് ഇൻസ്റ്റൻറ്റ്. ആ രണ്ട് കൺസെപ്റ്റ് റെഡി ആണല്ലോ. ഓക്കെ, ഒന്ന് ആവറേജ് വെലോസിറ്റിയും അതുപോലെ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിയും ഗ്രാഫിൽ നിന്ന് കാണുന്നത് എങ്ങനെയാണ് നമുക്ക് ഒന്ന് രണ്ട് എക്സാമ്പിൾസ് ചെയ്ത് നോക്കാം അല്ലേ. ഫ്രം ദ പൊസിഷൻ ടൈം ഗ്രാഫ് ആവറേജ് വെലോസിറ്റി ഫ്രം 1 second to 3 seconds ഈസ്. നമുക്ക് ഒരു പൊസിഷൻ ടൈം ഗ്രാഫ് തന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് എന്താണ് കാണേണ്ടത്? ആവറേജ് വെലോസിറ്റിയാണ് കാണേണ്ടത് ഫ്രം 1 second to 3 seconds. അപ്പോൾ 1 second എന്ന് പറയുന്നത് ഇതാണ് 1 second അല്ലേ. 1 second ഇവിടെ ഞാൻ വേണമെങ്കിൽ പോയിന്റ് എ എന്നെടുത്തു. അതുപോലെ 3 second എന്ന് പറയുന്നത് ഇതാണ് അല്ലേ. 3 secondലുള്ള അതിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് 45 ആണ്. ഓക്കെ, ഇതാണ് എന്ത് 3 secondലുള്ള ഡിസ്പ്ലേസ്മെൻറ്റ്. ഈ ഗ്രാഫിലെ പോയിന്റിന് ആ പോയിന്റിന് നമ്മൾ ബി ആയിട്ട് എടുത്തു. അങ്ങനെയാണെങ്കിൽ എ ബിൻ്റെ സ്ലോപ്പായിരിക്കും എന്ത് ഇവിടുത്തെ ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത്. എ ബിൻ്റെ സ്ലോപ്പ് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഞാൻ ഇതിനെ ഇങ്ങോട്ട് കണക്ട് ചെയ്തു. ഒന്നുകിൽ ഇതിനെ ഈ ക്വസ്റ്റ്യൻ നമുക്ക് രണ്ട് രൂപത്തിൽ ചെയ്യാം അല്ലേ. ഗ്രാഫ് ഉപയോഗിക്കാതെ നമുക്ക് ചെയ്യാം. എങ്ങനെ ചെയ്യാം? ഗ്രാഫ് ഉപയോഗിക്കാതെ ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ചേഞ്ച് ഇൻ പൊസിഷൻ ഡിവൈഡഡ് ബൈ ടൈം ആണ് അല്ലേ. ഡിവൈഡഡ് ബൈ ടൈം ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ചേഞ്ച് ഇൻ പൊസിഷൻ എന്ന് പറയുന്നത് 45, 3 സെക്കൻഡിലുള്ള പൊസിഷൻ എന്ന് പറയുന്നത് 45 ആണ് അല്ലേ. അതുപോലെ 1 സെക്കൻഡിലേത് 15 ആണ്. അപ്പോൾ 45 മൈനസ് 15. ഇനി ടൈം എത്രയാണ്? 3 - 1 = 2 അല്ലേ. ഈക്വൽ ടു 30/2 = 15 എന്ന് കിട്ടും. ഇങ്ങനെ നമുക്ക് ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യാം. അതല്ലെങ്കിൽ ഈ ഒരു ലൈനിൻ്റെ ഈ ഗ്രാഫിൻ്റെ സ്ലോപ്പ് നമ്മൾ കണ്ടാൽ മതി അല്ലേ. എ ബി എന്ന് പറയുന്ന ഗ്രാഫിൻ്റെ സ്ലോപ്പ്. എ ബിൻ്റെ സ്ലോപ്പ് കാണാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നുകിൽ ഇതിനെ നമുക്ക് എന്തായിട്ട് എടുക്കാം? ഡെൽറ്റ എക്സ് ആയിട്ട് എടുക്കാം. അതുപോലെ ഈ ഒരു ടൈം ഇൻ്റർവെല്ലിനെ നമുക്ക് ഡെൽറ്റ ടി ആയിട്ട് എടുക്കാം അല്ലേ. അപ്പോൾ സ്ലോപ്പ് ഈക്വൽ ടു ആവറേജ് വി ആവറേജ് ഈക്വൽ ടു അവിടെ നമുക്ക് 45 മൈനസ് ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ 45 മൈനസ് 15 അല്ലേ ഈക്വൽ ടു 30 ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ 3 - 1 അല്ലേ. 3 - 1 = 2 അല്ലേ. ഈക്വൽ ടു 15 എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇത് തീറ്റ ആയിട്ട് എടുക്കുകയാണ് നമ്മൾ. ഈ ഒരു സൈഡ് അതുപോലെ ഈ ഒരു സൈഡ് അഡ്ജസ്റ്റൻ്റ് സൈഡായിട്ടും ഇതിനെ നമ്മൾ എന്താണ് ഓപ്പോസിറ്റ് സൈഡായിട്ടും എടുക്കുകയാണെങ്കിൽ 45 ഡിവൈഡഡ് ബൈ 3 എന്ന് കിട്ടും. അങ്ങനെ ചെയ്താൽ നമുക്ക് 15 കിട്ടും അല്ലേ. എങ്ങനെ ചെയ്താലും നമുക്ക് 15 ആണ് ആൻസർ കിട്ടുക. റെഡി? അപ്പോൾ അതാണ് ആവറേജ് വെലോസിറ്റി. ഇനി ഇനീഷ്യൽ വെലോസിറ്റീസ് ഫ്രം ഗ്രാഫ്സ്, അതായത് നമുക്ക് ചില ഗ്രാഫുകൾ തന്നിട്ടുണ്ട്. ഞാനിവിടെ ഗ്രാഫ് വരയ്ക്കാം. ആ ഗ്രാഫിലൊക്കെ ഇനീഷ്യൽ വെലോസിറ്റി പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ 0 ആണോ എന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഒന്നാമത്തെ ഗ്രാഫ് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ളൊരു ഗ്രാഫാണ് തന്നിട്ടുള്ളത്. ഓക്കെ, രണ്ടാമത്തെ ഗ്രാഫ് ഇതാണ്. രണ്ടാമത്തെ ഗ്രാഫ് ഓക്കെ, ഇതാണ് മൂന്നാമത്തെ ഗ്രാഫ്. ഓക്കെ, ഇതാണ് മൂന്നാമത്തെ ഗ്രാഫ്. അപ്പോൾ ഇതിൽ ഇനീഷ്യൽ വെലോസിറ്റി 0 ഉള്ളത് ഏത് ഗ്രാഫിലാണ്, അതുപോലെ ഇനീഷ്യൽ വെലോസിറ്റി നെഗറ്റീവ് ആയിട്ടുള്ളതും പോസിറ്റീവ് ആയിട്ടുള്ളതും ഏതൊക്കെ ഗ്രാഫിലാണ്. നമുക്കറിയാം സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഓക്കെ ഇതാണ് എക്സ് ആക്സിസ്, ഇതാണ് വൈ ആക്സിസ് എങ്കിൽ ജനറലായിട്ട് നമുക്ക് പറയാൻ പറ്റും ഞാൻ ഇവിടെയൊക്കെ വരയ്ക്കുന്ന ഈ ലൈനുകളുടെയൊക്കെ സ്ലോപ്പ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇതിൻ്റെയൊക്കെ സ്ലോപ്പ് പോസിറ്റീവ് ആയിരിക്കും. ഇങ്ങോട്ട് വരുന്തോറും സ്ലോപ്പ് കൂടിക്കൂടി വരികയാണ് ചെയ്യുക അല്ലേ. കാരണം ഇവിടെ ഡെൽറ്റ വൈ ഡിവൈഡ് ബൈ ഡെൽറ്റ എക്സ് ചെയ്താൽ നമുക്ക് പോസിറ്റീവാണ് കിട്ടുക അല്ലേ. ഇനി ഇവിടത്തേക്കാണെങ്കിലോ, അപ്പോൾ 0.1 0.2 0.3 ഇങ്ങനെ പോയി tan 45 ആവുമ്പോൾ
നമുക്ക് 1 കിട്ടും അല്ലേ, രണ്ട് സൈഡും ഈക്വൽ ആയിരിക്കും, അതുകൊണ്ട് 1 കിട്ടും. പിന്നെ കൂടി 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 വന്ന് പോസിറ്റീവ് ഇൻഫിനിറ്റി ആവും. ഓക്കെ, അത് പിന്നീട് രണ്ടാമത്തെ ക്വാഡ്രൻറ്റിലേക്ക് എത്തുമ്പോൾ നെഗറ്റീവ് ഇൻഫിനിറ്റി ആവും. പിന്നെ എന്താണ്, മൈനസ് ആയിരിക്കും സ്ലോപ്പ് അല്ലേ. ഓക്കെ, ഈ ഞാൻ രണ്ടാമത്തെ ക്വാഡ്രൻറ്റിൽ വരച്ച എല്ലാ ലൈനുകളുടെയും സ്ലോപ്പ് എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. ഇതൊക്കെ നമുക്ക് മാത്സിൽ പഠിക്കാവുന്നതാണ്. ഞാനിവിടെ ഈ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ഒരു ജനറൽ ഐഡിയ കിട്ടാൻ വേണ്ടി ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ഗ്രാഫിൻ്റെ ഇനീഷ്യൽ പൊസിഷനിൽ നമ്മളൊരു ടാൻജൻറ്റ് വരയ്ക്കുകയാണെങ്കിൽ, ഇതാണല്ലോ ഇനീഷ്യൽ ആയിട്ടുള്ള പൊസിഷൻ എന്ന് പറയുന്നത്, t = 0. ഓക്കെ, ഇവിടെ ടാൻജൻറ്റ് വരച്ചാൽ ആ ടാൻജൻറ്റിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് 0 ആണ് അല്ലേ, എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടാണ് അതുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആയിരിക്കും അല്ലേ. ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്, v = 0 അല്ലെങ്കിൽ v ഇനീഷ്യൽ = 0. ഇനി രണ്ടാമത്തെ ഗ്രാഫ് ആണെങ്കിൽ ഈ ഒരു പോയിന്റിന് സ്ലോപ്പ് വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് ഉണ്ടാവുക അല്ലേ. ഓക്കെ, അതായത് പോസിറ്റീവ് സ്ലോപ്പാണ് ഇവിടെ ഉണ്ടാവുക അല്ലേ, പോസിറ്റീവ് സ്ലോപ്പ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഇനീഷ്യൽ വെലോസിറ്റി v ഇനീഷ്യൽ എന്ന് പറയുന്നത് എന്താണ്, പോസിറ്റീവാണ്. ഇനി മൂന്നാമത്തെ ഗ്രാഫിൽ ഞാൻ ഈ ഒരു പോയിന്റിന് സ്ലോപ്പ് വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് ഉണ്ടാവുക അല്ലേ, ഇതെന്താണ്, നെഗറ്റീവ് സ്ലോപ്പാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ v ഇനീഷ്യൽ = നെഗറ്റീവ് ആണ്. ഇങ്ങനെ ഗ്രാഫിൽ നിന്നും ഇനീഷ്യൽ വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി, അതല്ലെങ്കിൽ ഒരു പോയിന്റ് തന്നാൽ ആ പോയിന്റിലുള്ള വെലോസിറ്റി പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ അതുപോലെ 0 ആണോ എന്നൊക്കെ നമുക്ക് അതിൻ്റെ സ്ലോപ്പ് നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അല്ലേ. ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് ടൈം ഗ്രാഫ് ഈസ് പ്ലോട്ടഡ് ആസ് ഷോൺ ഇൻ ഫിഗർ. ഫൈൻഡ് ദി ആവറേജ് വെലോസിറ്റി ഡ്യൂറിങ് ദി ടൈം ഓഫ് മോഷൻ. അതുപോലെ രണ്ടാമത്തൊന്ന് ചോദിച്ചിട്ടുള്ളത് ദ ടൈം അറ്റ് വിച്ച് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ദി ആവറേജ് വെലോസിറ്റി ഓവർ ദി ഫസ്റ്റ് 2 seconds. അപ്പോൾ ആദ്യത്തേത് ദ ആവറേജ് വെലോസിറ്റി ഡ്യൂറിങ് ദി ടൈം ഓഫ് മോഷൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. ആവറേജ് വെലോസിറ്റി കാണാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമുക്ക് തന്നിട്ടുള്ള ഗ്രാഫിൻ്റെ 2 പോയിന്റ്സ് തമ്മിലുള്ള കോഡ് വരയ്ക്കുക അല്ലേ. ആ കോഡിൻ്റെ സ്ലോപ്പ് ആയിരിക്കും എന്തെന്ന് പറയുന്നത്, ആ കോഡിൻ്റെ സ്ലോപ്പ് ആയിരിക്കും അവിടുത്തെ ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത്. അതാണല്ലോ നമ്മൾ പഠിച്ചത് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, കോഡ് വരച്ചു. ഓക്കെ, ഇതിൻ്റെ സ്ലോപ്പാണ് എന്ത്, ഇവിടുത്തെ ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത്. ഇതിനെ ഞാൻ എക്സ് ആക്സിസിലേക്ക് കണക്ട് ചെയ്യുകയാണെങ്കിൽ 2ലേക്കാണ് കണക്റ്റ് ആവുക. അതുപോലെ ഇവിടെ 4 ആണ് അല്ലേ. അതായത് Δx / Δt എന്ന് പറയുന്നത് 4 ഇതാണ് Δx, ഇതാണ് t, Δt അല്ലേ. അപ്പോൾ Δx / Δt എന്നുള്ളത് 4/2 എന്ന് കിട്ടും. അതായത് 2 m/s ആണ് ഇവിടുത്തെ ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത്. ഇനി ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ എക്സ്പ്രഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അതായത് എന്താണ്, s = t² എന്ന് തന്നിട്ടുണ്ട്. s = t², അതാണ് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ എക്സ്പ്രഷൻ. നമുക്കറിയാം ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി v ഇൻസ്റ്റൻറ്റേനിയസ് = ds/dt ആണ് അല്ലേ, ds/dt. ഞാൻ അതിൻ്റെ ഇടയ്ക്കൊരു കാര്യം പറയാം. +1 കുട്ടികൾ നമ്മളെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിഫറൻഷിയേഷനും ഇൻ്റഗ്രേഷനും ഒക്കെ മാത്സിൽ വരുന്നുണ്ട്. അത് ആ ചാപ്റ്ററൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഈ ഭാഗങ്ങളൊക്കെ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് കാണുകയാണെങ്കിൽ കൂടുതലായിട്ട് മനസ്സിലാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഇൻ്റഗ്രേഷനും ഡിഫറൻഷിയേഷനൊക്കെ വരുന്ന ഭാഗങ്ങൾ ഇൻ്റഗ്രേഷൻ്റെ ബേസിക്സ് ക്ലിയർ ആക്കിയിട്ട് കാണാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇനി അതല്ല എങ്കിൽ നമ്മൾ ആ ഭാഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഒന്നുകൂടി ഈ പാർട്ട് കണ്ടാൽ അത് ക്ലിയർ ആകും. ഓക്കെ, എനിവേ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി എന്ന് പറയുന്നത് v ഇൻസ്റ്റൻറ്റേനിയസ് = ds/dt ആണ് അല്ലേ. ഇവിടെ നമ്മൾ വെലോസിറ്റി, ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി കാണാൻ വേണ്ടിയിട്ട് t² ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി അല്ലേ. ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ എക്സ്പ്രഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് വെലോസിറ്റിൻ്റെ എക്സ്പ്രഷൻ കിട്ടും. വെലോസിറ്റിൻ്റെ എക്സ്പ്രഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് സാധാരണയായിട്ട് ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടും അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ t² ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 2t എന്ന് കിട്ടും. v = 2t അല്ലേ, 2t. ഇവിടെ ചോദിച്ചിട്ടുള്ള എന്താണ്, ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി ആവറേജ് വെലോസിറ്റിക്ക് ഈക്വൽ ആവുന്നത് എപ്പോഴാണെന്നാണ്. അതായത് ഈ
നമുക്ക് കിട്ടിയിട്ടുള്ള ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിയെ നമ്മൾ ആവറേജ് വെലോസിറ്റിയുമായിട്ട് ഇക്വേറ്റ് ചെയ്യണം. അപ്പോൾ 2t ഈക്വൽ ടു 2 എന്ന് കിട്ടും അല്ലേ, 2t ഈക്വൽ ടു 2, t ഈക്വൽ ടു 1 എന്ന് കിട്ടും. ഓക്കെ, അതായത് 2/2 ഈക്വൽ ടു 1 എന്ന് കിട്ടും. അതായത് t ഈക്വൽ ടു 1 ആകുമ്പോഴാണ് എന്ത് ചെയ്യുക, ആവറേജ് വെലോസിറ്റിയും ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിയും ഈക്വൽ ആവുക അല്ലേ. ഓക്കെ, ഇനി അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. അതായത് ഡിറ്റർമിൻ ദി സൈൻ ഓഫ് വെലോസിറ്റി ആൻഡ് ആക്സലറേഷൻ ഫോർ ദി ഗിവൺ പ്ലോട്ട്. നമുക്കൊരു ഗ്രാഫ് തന്നിട്ടുണ്ട്, അതിൽ ഓരോ സെഗ്മെൻറ്റിലുള്ള വെലോസിറ്റിൻ്റെയും അതുപോലെ ആക്സിലറേഷൻ്റെയും സൈന് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞ സ്ലോപ്പ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ 0 ആണോ എന്ന് ചെക്ക് ചെയ്യുന്ന ആ ഒരു കൺസെപ്റ്റ് മാത്രം ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. അതായത് എ എന്ന പോയിന്റിൽ നിന്നും ബി എന്ന പോയിന്റിലേക്ക് AB എന്ന സെഗ്മെൻറ്റിലുള്ള വെലോസിറ്റിയും ആക്സിലറേഷനും നമുക്ക് ആദ്യം നോക്കാം. എ എന്ന് പറയുന്ന പോയിന്റിൽ ടാൻജൻറ്റ് വരയ്ക്കുകയാണെങ്കിൽ പോസിറ്റീവ് സ്ലോപ്പാണ് അല്ലേ. ഇനി ബിയിലേക്ക് പോകുന്തോറും സ്ലോപ്പ് കൂടി വരികയാണ് ചെയ്യുക, പോസിറ്റീവ് സ്ലോപ്പ് കൂടി വരികയാണ് ചെയ്യുന്നത്. അപ്പം സ്ലോപ്പ് പോസിറ്റീവാണ്, സ്ലോപ്പ് പോസിറ്റീവ് ആയതുകൊണ്ട് വി എന്താണ്, വെലോസിറ്റി എന്താണ്, പോസിറ്റീവാണ്. ഓക്കെ, അതായത് പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് പോസിറ്റീവ് ആണെങ്കിൽ അവിടുത്തെ വെലോസിറ്റി പോസിറ്റീവ് ആയിരിക്കും, ഓരോ ഇൻസ്റ്റൻറ്റിലുമുള്ള വെലോസിറ്റി പോസിറ്റീവ് ആയിരിക്കും അല്ലേ. ഇനി സ്ലോപ്പ് ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്, അതായത് എ എന്ന പൊസിഷനിൽ ഉണ്ടായിരുന്ന സ്ലോപ്പിനേക്കാളും വാല്യൂ കൂടുതലാണ് എവിടെ, ബി എന്ന പോയിന്റിൽ. ഇപ്പോൾ സ്ലോപ്പ് ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഇൻക്രീസിങ് ആണ്. വെലോസിറ്റി ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആക്സിലറേഷൻ പോസിറ്റീവ് ആണ് അല്ലേ. പോസിറ്റീവ് ആക്സിലറേഷൻ ഉണ്ടാകുമ്പോഴാണ് വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുക. അപ്പോൾ AB എന്ന സെഗ്മെൻറ്റിൽ വെലോസിറ്റിയും അതുപോലെ ആക്സിലറേഷനും എന്താണ്, പോസിറ്റീവാണ്. ഇനി BC എന്ന സെഗ്മെൻറ്റിൽ ബിയിൽ പോസിറ്റീവ് സ്ലോപ്പാണുള്ളത്. ഇനി അതിങ്ങനെ ഓരോ പോയിന്റിലേക്ക് വരുംതോറും സ്ലോപ്പ് എന്ത് ചെയ്യാണ്, കുറഞ്ഞ് C എത്തുമ്പോഴേക്ക് 0 ആയി മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്ലോപ്പ് പോസിറ്റീവ് സ്ലോപ്പാണ്, പക്ഷേ സ്ലോപ്പിൻ്റെ വാല്യൂ കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത് അല്ലേ. സ്ലോപ്പിൻ്റെ വാല്യൂ കുറയാന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഡിക്രീസിങ് ആണ്. ഓക്കെ, അപ്പോൾ പോസിറ്റീവ് സ്ലോപ്പ് ആയതുകൊണ്ട് നമുക്ക് എന്താണ് V ഈക്വൽ ടു പോസിറ്റീവ് എന്ന് പറയാം. അതായത് വെലോസിറ്റി പോസിറ്റീവാണ് BC എന്ന് പറയുന്ന സെഗ്മെൻറ്റിൽ അല്ലേ. അതേ സമയത്ത് സ്ലോപ്പിൻ്റെ വാല്യൂ അല്ലെങ്കിൽ സ്ലോപ്പ് കുറഞ്ഞു വരിക ആയതുകൊണ്ട് വെലോസിറ്റി കുറയാണെന്ന് പറയാം. വെലോസിറ്റി കുറയാന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ എന്താണ്, നെഗറ്റീവാണ്. ഓക്കെ, ആക്സിലറേഷൻ നെഗറ്റീവാണ്. ഇനി C to D നമ്മൾ നോക്കുമ്പോൾ എന്താണ്, സ്ലോപ്പ് 0യിൽ നിന്നും മൈനസ് വാല്യൂ ആവുകയാണ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മൾ ആക്സിസ് വരയ്ക്കുകയാണെങ്കിൽ എക്സ് ആക്സിസിൽ ഇവിടെ ഈ ഒരു ക്വാഡ്രൻറ്റിൽ ഫസ്റ്റ് ക്വാഡ്രൻറ്റിലുള്ള എല്ലാ ലൈൻസിൻ്റെയും സ്ലോപ്പ് പോസിറ്റീവാണ്, സെക്കൻഡ് ക്വാഡ്രൻറ്റിലുള്ള ലൈൻസിൻ്റെയൊക്കെ സ്ലോപ്പ് നെഗറ്റീവാണെന്ന് പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ ഈ രൂപത്തിലാണ് ഇതിൻ്റെ സ്ലോപ്പ് വരിക അല്ലേ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ലോപ്പ് എന്താണ്, നെഗറ്റീവാണ് സ്ലോപ്പ്. 0യിൽ നിന്നും നെഗറ്റീവിലേക്കാണ് വരുന്നത് അല്ലേ. 0യിൽ നിന്ന് നെഗറ്റീവിലേക്ക് വരുന്നതുകൊണ്ട് എന്താണ്, വെലോസിറ്റി ഇവിടെ നെഗറ്റീവാണ് അല്ലേ. വെലോസിറ്റി നെഗറ്റീവാണ്, നെഗറ്റീവ് സ്ലോപ്പ് ആയതുകൊണ്ട് നെഗറ്റീവ് സ്ലോപ്പിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൂടി വരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ആക്സിലറേഷനും നെഗറ്റീവാണ് എന്ന് പറയാൻ പറ്റും. ഇനി D to E എന്താണ്, നെഗറ്റീവ് സ്ലോപ്പ് ഉള്ളത് കുറഞ്ഞ് വരിക ചെയ്യുന്നത് അല്ലേ. അതായത് ഇയിലേക്ക് എത്തുമ്പോഴേക്ക് സ്ലോപ്പ് 0 ആവുന്നുണ്ട്. അപ്പോൾ വെലോസിറ്റി സ്ലോപ്പ് നെഗറ്റീവ് ആയതുകൊണ്ട് വെലോസിറ്റി നെഗറ്റീവാണ്, പക്ഷേ നെഗറ്റീവ് വാല്യൂ കുറഞ്ഞ് വരിക ആയതുകൊണ്ട് ആക്സിലറേഷൻ പോസിറ്റീവാണ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, പോസിറ്റീവ് വാല്യൂ ആണ് ആക്സിലറേഷൻ ഉള്ളത് എന്ന് പറയാൻ പറ്റും. ഈ രൂപത്തിൽ നമുക്ക് ഇത്തരം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ പൊസിഷൻ ടൈം ഗ്രാഫിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. അതിൻ്റെ സ്ലോപ്പ് ആവറേജ് വെലോസിറ്റി ആണെങ്കിൽ പൊസിഷൻ ടൈം ഗ്രാഫിൽ നമ്മൾ വരയ്ക്കുന്ന 2 പോയിൻറ്റ്സിനെ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ലൈനിൻ്റെ കോഡിൻ്റെ സ്ലോപ്പായിരിക്കും ആവറേജ് വെലോസിറ്റി. ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി എന്ന് പറയുന്നത് ആ ഗ്രാഫിലെ ഒരു പോയിന്റിന് വരയ്ക്കുന്ന സ്ലോപ്പിൻ്റെ ടാൻജൻറ്റിൻ്റെ സ്ലോപ്പിന് ഈക്വൽ ആയിരിക്കും എന്ന് പറഞ്ഞു അല്ലേ. ഇനി അടുത്തത് വെലോസിറ്റി ടൈം ഗ്രാഫാണ്. വെലോസിറ്റി ടൈം ഗ്രാഫിലും നമ്മൾ ആവറേജ് ആക്സിലറേഷനും ഇൻസ്റ്റൻറ്റേനിയസ് ആക്സിലറേഷനും നമുക്ക്
നേരത്തെ പൊസിഷൻ ടൈം ഗ്രാഫിൽ കണ്ടതുപോലെ കാണാൻ പറ്റും. അതായത് ഇവിടെ വെലോസിറ്റി ടൈം ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. ഞാനിതൊന്ന് തെളിയിച്ച് വരക്കാം. ടി ഇൻ സെക്കൻഡ്സ്, അതുപോലെ വി ഇൻ മീറ്റർ പെർ സെക്കൻഡ്, V2, V1, T1, T2. ഓക്കെ, ഇതാണ് നമ്മുടെ ഗ്രാഫ് എന്ന് പറയുന്നത്. റെഡി? ഇതാണ് നമ്മുടെ ഗ്രാഫ്. ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ട് പോയിൻറ്റ്സിനെ കണക്ട് ചെയ്തിട്ട്, ഗ്രാഫിൽ 2 പോയിൻറ്റ്സിനെ കണക്ട് ചെയ്തിട്ട് നമ്മൾ വരയ്ക്കുന്ന കോഡിൻ്റെ സ്ലോപ്പിന് ഈക്വൽ ആയിരിക്കും ആ 2 പോയിൻറ്റ്സിൻ്റെ ഇടയിലുള്ള ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത്, ആവറേജ് ആക്സിലറേഷൻ എന്ന് പറയുന്നത്. സ്ലോപ്പ് ഓഫ് ദി കോഡ് ബിറ്റ്വീൻ എനി 2 പോയിൻറ്റ്സ് ഓൺ വെലോസിറ്റി ടൈം ഗ്രാഫ് ഗീവ്സ് us ആവറേജ് ആക്സിലറേഷൻ. അല്ലേ? നമുക്കറിയാം ആവറേജ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി ഡിവൈഡ് ബൈ T2 മൈനസ് T1 ആണ്. അല്ലേ? അത് നമുക്ക് ഡെൽറ്റ വി ഡിവൈഡ് ബൈ ഡെൽറ്റ ടി എന്ന് എഴുതാം. ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. അല്ലേ? അപ്പോൾ ഇവിടെ ഈ ഒരു കോഡിൻ്റെ, അതായത് ബ്ലൂ കളറിൽ കാണിച്ചിട്ടുള്ള ഈ ഒരു കോഡിൻ്റെ സ്ലോപ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ ടാൻ തീറ്റയാണ്. അല്ലേ? സ്ലോപ്പ് ഓഫ് ദി കോഡ് ഈക്വൽ ടു ടാൻ തീറ്റ. ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? ഡെൽറ്റ വി. ഇതാണ് ഡെൽറ്റ വി. ഡെൽറ്റ വി എന്ന് പറയുമ്പോൾ V2 മൈനസ് V1. അല്ലേ? അതായത് ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡാണ്. അപ്പോൾ ഡെൽറ്റ വി ഡിവൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ഇവിടെ എന്താണ്? ഡെൽറ്റ ടി ആണ്. അല്ലേ? അപ്പോൾ ഡെൽറ്റ വി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി എന്ന് കിട്ടും. അതായത് സ്ലോപ്പ് ഈക്വൽ ടു ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി എന്ന് കിട്ടി. അതുപോലെ ആവറേജ് വെലോസിറ്റി ഈക്വൽ ടു ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി എന്ന് കിട്ടി. അതായത് നമുക്ക് രണ്ടിനെ ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ സ്ലോപ്പ് ഈക്വൽ ടു ആവറേജ് വെലോസിറ്റി എന്ന് പറയാൻ പറ്റും. ആവറേജ് ആക്സിലറേഷൻ എന്ന് പറയാൻ പറ്റും. അല്ലേ? ആവറേജ് ആക്സിലറേഷൻ. അപ്പോൾ ആവറേജ് ആക്സിലറേഷൻ കാണാൻ വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്നും ആവറേജ് ആക്സിലറേഷൻ കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? 2 പോയിൻറ്റ്സിനെ, ഒരു ടൈം ഇൻ്റർവെല്ലിലുള്ള ആവറേജ് ആക്സിലറേഷൻ കാണാൻ 2 പോയിൻറ്റ്സിനെ തമ്മിൽ കോഡ് വരച്ചിട്ട്, കണക്ട് ചെയ്യുന്ന കോഡ് വരച്ചിട്ട് അതിൻ്റെ സ്ലോപ്പ് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ആവറേജ് വെലോസിറ്റി കിട്ടും. ഓക്കെ, റെഡി? ഇനി നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ ഇൻസ്റ്റൻറ്റേനിയസ് ആക്സിലറേഷൻ, ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്തതുപോലെ ഗ്രാഫിലെ, അതായത് VT ഗ്രാഫിലെ, വെലോസിറ്റി ടൈം ഗ്രാഫിലെ ഒരു പോയിന്റിന് നമ്മൾ ടാൻജൻറ്റ് വരച്ചിട്ട് ആ ടാൻജൻറ്റിൻ്റെ സ്ലോപ്പ് നമ്മൾ എടുത്താൽ ആ സ്ലോപ്പാണ് ആ പോയിന്റിലുള്ള ഇൻസ്റ്റൻറ്റേനിയസ് ആക്സിലറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇൻസ്റ്റൻറ്റേനിയസ് നമുക്ക് dv/dt ഈക്വൽ ടു ടാൻ തീറ്റ എന്ന് പറയാം. അല്ലേ? ഇവിടെ ടാൻ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? dv/dt ആയിരിക്കും. ഓക്കെ, നമ്മൾ വെലോസിറ്റീനെ കുറിച്ച് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിയിൽ ചെയ്തതുപോലെ തന്നെ ഇൻസ്റ്റൻറ്റേനിയസ് ആക്സിലറേഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? VT ഗ്രാഫിലെ ആ പോയിന്റിലെ ടാൻജൻറ്റിൻ്റെ സ്ലോപ്പ് എടുത്താൽ മതി. റെഡി? ഓക്കെ, ഇനി അടുത്തൊരു ആപ്ലിക്കേഷനാണ് വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്നും ഏരിയ കണ്ടുപിടിക്കുന്നത്. വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ ഏരിയ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് തരും. ഓക്കെ, എങ്ങനെയാണ്? ദ ഏരിയ ബിറ്റ്വീൻ ദ കർവ് ആൻഡ് ദ ടൈം ആക്സിസ് റെപ്രസെൻറ്റ്സ് ദി ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദി പാർട്ടിക്കിൾ ഡ്യൂറിങ് ദി ടൈം ഇൻ്റർവെൽ ഇൻ ദി വെലോസിറ്റി ടൈം ഗ്രാഫ്. ഓക്കെ, വെലോസിറ്റി ടൈം ഗ്രാഫിലെ ഏരിയ നമുക്ക് എന്ത് തരുന്നുണ്ട്? ഡിസ്പ്ലേസ്മെൻറ്റ് തരുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഗ്രാഫിൽ T1 എന്ന് പറയുന്ന സമയത്തുള്ള പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി V1 ആണ്. അതുപോലെ T2 എന്ന് പറയുന്ന സമയത്ത് പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി V2 ആണ്. അല്ലേ? നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് കാണണം. ഇവിടെ നമുക്ക് ഈ ഗ്രാഫിൻ്റെ T1 to T2 ഈ ഗ്രാഫിലെ ടോട്ടൽ ഏരിയ നമുക്ക് കാണണം. നമ്മൾ ഏരിയയെയും അതുപോലെ തന്നെ ഡിസ്പ്ലേസ്മെൻറ്റിനെയാണ് ഇക്വേറ്റ് ചെയ്യുന്നത്. അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് ഏരിയ കാണാൻ എന്ത് ചെയ്താൽ മതി? ഇതൊരു റെഗുലർ ഷേപ്പിലുള്ള ഗ്രാഫല്ല. അല്ലേ? അതുകൊണ്ട് തന്നെ ചെറിയ ഒരു ഏരിയയുടെ, ചെറിയ ഒരു സെഗ്മെൻറ്റിൻ്റെ ഏരിയ കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. അല്ലേ? അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയ ഒരു സെഗ്മെൻറ്റ് ഇവിടെ നിന്ന് എടുക്കുകയാണ്. ഓക്കെ, റെഡി? റെക്റ്റാങ്കുലർ ഷേപ്പാണെന്ന് നമ്മൾ സങ്കല്പിക്കുന്നു. കാരണം എന്താണ്? വളരെ ചെറിയ ടൈം ഇൻ്റർവെൽ ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയ നമ്മൾ റെക്റ്റാങ്കുലർ ഷേപ്പായിട്ട് എടുക്കുകയാണ്. അല്ലേ? അപ്പം ഞാൻ അതിനെ ഇങ്ങോട്ട് എടുത്ത് വരയ്ക്കുകയാണ്. ഓക്കെ, ഈ ഒരു ടൈം ഇൻ്റർവെല്ലിനെ നമ്മൾ DT എന്ന് വിളിച്ചു. അതുപോലെ തന്നെ ഇവിടെയുള്ള വെലോസിറ്റിനെ നമ്മൾ V ആയിട്ട് എടുക്കുകയാണെങ്കിൽ
ഇതെന്താണ്? വി ആണ്, അതുപോലെ ഡി ടി ആണ് അല്ലേ? അപ്പോൾ നമുക്കറിയാം ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കാണാൻ നമുക്ക് വി ഡി ടി ചെയ്താൽ മതി അല്ലേ? വി ഡി ടി ആയിരിക്കും ഇതിൻ്റെ ഡി എ അല്ലെങ്കിൽ സ്മോൾ ഏരിയ എന്ന് പറയുന്നത്. ഇനി ഈ സ്മോൾ ഏരിയനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് ടോട്ടൽ ഏരിയ കിട്ടും അല്ലേ? ടോട്ടൽ ഏരിയ അണ്ടർ ദി ഗ്രാഫ് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഈ ഏരിയനെ, ഡി എ എന്ന് പറയുന്ന ഏരിയനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. അതായത് എ ഈക്വൽ ടു ടോട്ടൽ ഏരിയ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഡി എ അല്ലെങ്കിൽ ഇൻ്റഗ്രൽ വി ഡി ടി അല്ലേ? ഫ്രം T1 to T2 അല്ലേ? റെഡി? T1 to T2. ഓക്കെ, ഇനി നമുക്കറിയാം എന്താണ് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി, അതായത് വി ഈക്വൽ ടു ഡി എസ് ബൈ ഡി ടി ആണ് അല്ലേ? ഡി എസ് ബൈ ഡി ടി ആണ്. ഇവിടെ നമുക്ക് ഡി എസ് ഈക്വൽ ടു വി ഡി ടി എന്ന് കിട്ടും അല്ലേ? വി ഡി ടി. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ഇൻ്റഗ്രൽ ഡി എസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ വി ഡി ടി എന്ന് കിട്ടും അല്ലേ? ഇൻ്റഗ്രൽ വി ഡി ടി. ഇൻ്റഗ്രൽ ഡി എസ് എന്ന് പറയുന്നത് എന്താണ്? എസ് ആണ്, ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലേ? ഈക്വൽ ടു നമുക്ക് ഇൻ്റഗ്രൽ വി ഡി ടി എന്ന് കിട്ടും. അപ്പോൾ എസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ വി ഡി ടി എന്ന് കിട്ടി. അതുപോലെ തന്നെ എ ഈക്വൽ ടു ഇൻ്റഗ്രൽ വി ഡി ടി എന്ന് കിട്ടി. അങ്ങനെയാണ് നമുക്ക് ഏരിയ ഈക്വൽ ടു എസ് എന്ന് പറയാൻ പറ്റും അല്ലേ? അതായത് ഇവിടുത്തെ ഗ്രാഫിൻ്റെ അണ്ടറിലുള്ള ഏരിയ ആയിരിക്കും ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് കാണാൻ വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ ഏരിയ കണ്ടാൽ മതി. വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ അണ്ടറിലുള്ള ഏരിയ നമുക്ക് ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് തരുന്നു. വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്നും ആവറേജ് ആക്സലറേഷൻ കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഗ്രാഫിലെ രണ്ട് പോയിന്റ്സിനെ കണക്ട് ചെയ്യുന്ന കോഡ് വരച്ചിട്ട് ആ കോഡിൻ്റെ സ്ലോപ്പ് എടുത്താൽ മതി അല്ലേ? അതുപോലെ ഇൻസ്റ്റൻറ്റേനിയസ് ആക്സലറേഷൻ കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? വെലോസിറ്റി ടൈം ഗ്രാഫിലെ ഒരു പോയിന്റിന് ടാൻജൻറ്റ് വരച്ചിട്ട് ആ ടാൻജൻറ്റിൻ്റെ സ്ലോപ്പ് എടുത്താൽ മതി അല്ലേ? ഇങ്ങനെ 3 അപ്ലിക്കേഷൻസ് ആണ് പ്രധാനമായും നമുക്ക് വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്നും ഉള്ളത്. ഓക്കെ, റെഡി? നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം അല്ലേ? ഐഡൻറ്റിഫൈ ദി ടൈം ഇൻ്റർവെൽസ് വെൻ മാഗ്നിറ്റ്യൂഡ് ഓഫ് ആക്സലറേഷൻ ഓഫ് പാർട്ടിക്കിൾ ഈസ് മാക്സിമം ഇൻ വെലോസിറ്റി ടൈം ഗ്രാഫ്. ആൾസോ ഫൈൻഡ് ദി ടൈം ഇൻ്റർവെൽസ് വെൻ ബോഡി ഈസ് റിട്ടാർഡിങ്. ഇവിടെയും ബേസിക് ആയിട്ടുള്ളൊരു കാര്യം നമ്മൾ ആലോചിച്ചാൽ മതി. വെലോസിറ്റി ടൈം ഗ്രാഫാണ് തന്നിട്ടുള്ളത്. നേരത്തെ പൊസിഷൻ ടൈം ഗ്രാഫ് തന്നപ്പോൾ അവിടെ കൂടുതൽ സ്ലോപ്പ് ഉള്ളത് ഞാൻ പറഞ്ഞു പോസിറ്റീവ് സ്ലോപ്പും അതുപോലെ നെഗറ്റീവ് സ്ലോപ്പും എന്നുള്ളൊരു കൺസെപ്റ്റ് പറഞ്ഞു അല്ലേ? അതുപോലെ തന്നെ ഇവിടെയും പോസിറ്റീവ് സ്ലോപ്പ് ആണെങ്കിൽ ആക്സിലറേഷൻ പോസിറ്റീവ് ആയിരിക്കും, നെഗറ്റീവ് സ്ലോപ്പ് ആണെങ്കിൽ ആക്സിലറേഷൻ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. വി ടി ഗ്രാഫിൻ്റെ സ്ലോപ്പ് പോസിറ്റീവ് ആണെങ്കിൽ ആക്സിലറേഷൻ പോസിറ്റീവ് ആയിരിക്കും, നെഗറ്റീവ് ആണെങ്കിൽ ആക്സിലറേഷൻ നെഗറ്റീവ് ആയിരിക്കും അല്ലേ? നെഗറ്റീവ് ആക്സിലറേഷൻ നമ്മൾ റിട്ടാർഡേഷൻ എന്നും പറയും അല്ലേ? റെഡി? അപ്പോൾ ഇവിടെ എന്താണ് 0 to 10 അല്ലേ? ഇവിടെ ഇപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് മാക്സിമം മാഗ്നിറ്റ്യൂഡ് ഓഫ് ആക്സിലറേഷൻ മാക്സിമം ആയിട്ടുള്ള ടൈം ഇൻ്റർവെല്ലാണ് ഒന്ന് ചോദിച്ചത്. രണ്ടാമത്തേത് റിട്ടാർഡ് ചെയ്യുന്ന ബോഡി റിട്ടാർഡ് ചെയ്യുന്ന, അതായത് ആക്സിലറേഷൻ നെഗറ്റീവ് ആയിട്ടുള്ള ടൈം ഇൻ്റർവെല്ലുമാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഇവിടുത്തെ ഓരോ ടൈം ഇൻ്റർവെല്ലിലുമുള്ള ആക്സിലറേഷൻ്റെ മാഗ്നിറ്റ്യൂഡ് ആദ്യം കാണാം അല്ലേ? ഓക്കെ, 0 to 10 ഇതാണ് 0 to 10 അല്ലേ? ഇവിടെയുള്ള ഈ ഒരു സെഗ്മെൻറ്റിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ഡെൽറ്റ വി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. ഡെൽറ്റ വി എന്ന് പറയുന്നത് 100 - 0 അല്ലേ? അപ്പോൾ 100 ഡിവൈഡഡ് ബൈ എന്താണ്? ഡെൽറ്റ ടി എന്ന് പറയുന്നത് 10 - 0 അതായത് 10 ഈക്വൽ ടു +10 എന്ന് കിട്ടും അല്ലേ? അതാണ് ഫസ്റ്റിലെ സെഗ്മെൻറ്റിൽ. ഞാനിവിടെ നെയിം ചെയ്യാണ് എ ടു ബി. എ ബി എന്ന് പറയുന്ന സെഗ്മെൻറ്റിലുള്ള ആക്സിലറേഷൻ എന്താണ്? +10 ആണ്. ഇനി ബി സി എന്ന് പറയുന്ന സെഗ്മെൻറ്റ്, ബി സിയിലെ ആക്സിലറേഷൻ എന്താണ്? 150 ആണ് ഇവിടെ. ബി സിയിലെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി ചെയ്താൽ എന്താണ്? 50 ഡിവൈഡഡ് ബൈ 10 എന്ന് കിട്ടും അല്ലേ? അതായത് 5 എന്ന് കിട്ടും. ഓക്കെ, 5 ആണ് ഇവിടുത്തെ ആക്സിലറേഷൻ. അത് പോസിറ്റീവ് ആണ് അല്ലേ? അതുകൊണ്ട് +5 ആണ്. ഇനി മൂന്നാമത്തതിൽ ഇതിൻ്റെ സ്ലോപ്പ്, അതായത് സി ഡി എന്ന് പറയുന്ന സെഗ്മെൻറ്റിൻ്റെ സ്ലോപ്പ് നമ്മൾ കാണുകയാണെങ്കിൽ, സി ഡിൻ്റെ സ്ലോപ്പ് കാണുകയാണെങ്കിൽ
അവിടുത്തെ ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി എന്ന് പറയുന്നത് 150 മൈനസ് 0 ഡിവൈഡഡ് ബൈ 30 മൈനസ് 20. 150 മൈനസ് 0 ഡിവൈഡഡ് ബൈ 10 എന്ന് കിട്ടും അല്ലേ. 10 ഈക്വൽ ടു 15 എന്ന് കിട്ടും. ഇവിടെ സ്ലോപ്പ് എന്താണ്? നെഗറ്റീവ് സ്ലോപ്പാണ് അല്ലേ. അതുകൊണ്ട് ആക്സിലറേഷൻ മൈനസ് 15 ആണ്. ഓക്കെ, ഇനി 30 to 40 ഞാനിവിടെ സെഗ്മെൻറ്റിൻ്റെ നെയിം ഡി ഇ എന്ന് നെയിം ചെയ്തു. ഡി ഇ എന്ന് പറയുന്ന സെഗ്മെൻറ്റിൽ സ്ലോപ്പ് എന്താണ്? 0 ആണ് അല്ലേ. 0 ആണ്. അപ്പോൾ ഇവിടുത്തെ ആക്സിലറേഷൻ എന്താണ്? 0. ഇവിടുത്തെ ആക്സിലറേഷൻ 0. ഇനി ഇ ടു എഫ്. ഓക്കെ, എഫ് എന്ന് പറയുന്ന പോയിന്റിൽ ടൈം 50 ആണ്. ഓക്കെ, ഇവിടുത്തെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഇ എഫ് എന്ന് പറയുന്ന ലൈനിൻ്റെ സ്ലോപ്പാണ് അല്ലേ. അപ്പം അത് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഡി വി മൈനസ് ഡി വി ബൈ ഡി ടി ചെയ്താൽ ഡി വി എന്താണ് ഇവിടെ? 200 മൈനസ് 0 ഡിവൈഡഡ് ബൈ 200 മൈനസ് 0 ഡിവൈഡഡ് ബൈ 50 മൈനസ് 40, അതായത് 10. അതാണ് ടൈം ഇൻ്റർവെൽ അല്ലേ. അപ്പോൾ നമുക്ക് 20 എന്ന് കിട്ടും. സ്ലോപ്പ് പോസിറ്റീവ് ആയതുകൊണ്ട് +20 അല്ലേ. ഇനി F2 ഇ എഫ് ജി അല്ലേ. എഫ് മുതൽ ജി വരെയുള്ള സെഗ്മെൻറ്റ്, ഇവിടുത്തെ സ്ലോപ്പ് 0 ആയതുകൊണ്ട് ആക്സിലറേഷൻ ഈക്വൽ ടു 0 ആണ്. ഓക്കെ, ഇനി ജി മുതൽ എച്ച് വരെയുള്ള സെഗ്മെൻറ്റ്, ജി ടു എച്ച്. ഓക്കെ, ജി എന്ന് പറയുന്ന പോയിന്റ് ടൈം ഇൻ്റർവെൽ 70 ആണ്. എച്ച് എന്ന് പറയുന്ന പോയിന്റിൽ 90 ആയിട്ട് എടുക്കാം നമുക്ക്. ഓക്കെ, 90 ആണ്. ഗ്രാഫ് ഒന്നുകൂടി ക്ലിയർ ആക്കാം അല്ലേ. 90 ആണ്. അപ്പോൾ 90 ആണെങ്കിൽ ഇവിടെ നമുക്ക് ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി ചെയ്താൽ ഡെൽറ്റ വി എന്താണ്? ജി എന്ന് പറയുന്ന പോയിന്റ് 200 ആണ്. 200 മൈനസ് 0 അല്ലേ. 200 മൈനസ് 0 ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി എന്താണ്? 90 മൈനസ് 70, അതായത് 20 അല്ലേ. ഈക്വൽ ടു 20 ഈക്വൽ ടു 10 എന്ന് കിട്ടും അല്ലേ. 10 എന്ന് കിട്ടും. ഓക്കെ, 200 മൈനസ് 0 ഡിവൈഡ് ബൈ 20 ചെയ്താൽ 10 എന്ന് കിട്ടും. ഇതിൻ്റെ സ്ലോപ്പ് എന്താണ്? നെഗറ്റീവ് ആണ് അല്ലേ. അതുകൊണ്ട് -10 മൈനസ് 10 എന്ന് കിട്ടും. അപ്പോൾ എല്ലാ സെഗ്മെൻറ്റിൻ്റെയും ആക്സിലറേഷൻ നമ്മൾ കണ്ടു അല്ലേ. ഇനി ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഫൈൻഡ് ദി വെൻ ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ആക്സിലറേഷൻ ഓഫ് പാർട്ടിക്കിൾ ഈസ് മാക്സിമം എന്നാണ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് ആക്സിലറേഷൻ എന്താണ്? മാഗ്നിറ്റ്യൂഡ് ഓഫ് ആക്സിലറേഷൻ മാക്സിമം ആവുന്നത് 20 ഉള്ളപ്പോഴാണ് അല്ലേ. 20 ഉള്ളപ്പോഴാണ്. 20 എന്ന് പറയുന്നത് എവിടെയാണ്? 40 മുതൽ 50 വരെയുള്ള, അതായത് ഇ ടു എഫ് ആണ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ആക്സിലറേഷൻ മാക്സിമം അല്ലേ. അതുപോലെ റിട്ടാർഡിങ് ചോദിച്ചിട്ടുണ്ട്. ആൾസോ ഫൈൻഡ് ദ ടൈം ഇൻ്റർവെൽസ് വെൻ ബോഡി ഈസ് റിട്ടാർഡിങ്. ബോഡി റിട്ടാർഡ് ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് നെഗറ്റീവ് സ്ലോപ്പുള്ള സമയങ്ങളിലാണ്. നെഗറ്റീവ് സ്ലോപ്പുള്ള സമയം എന്ന് പറയുന്നത് ഞാൻ റെഡ് കൊണ്ട് കാണിക്കാം. അതായത് ഒന്ന് സി ടു ഡി ആണ്, ഈ ഒരു സെഗ്മെൻറ്റ് സി ടു ഡി അല്ലേ. അതുപോലെ തന്നെ മറ്റൊന്ന് ജി ടു എച്ച്, ജി എച്ച് എന്ന് പറയുന്ന സെഗ്മെൻറ്റ്. ഈ രണ്ട് സെഗ്മെൻറ്റിലും എന്താണ്? ബോഡി റിട്ടാർഡ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ വി ടി ഗ്രാഫ്, അതായത് വെലോസിറ്റി ടൈം ഗ്രാഫ് വരച്ചിട്ട് ആ ഗ്രാഫിൻ്റെ സ്ലോപ്പ് കണ്ടാൽ നമുക്ക് എന്ത് കിട്ടും? ആക്സിലറേഷൻ കിട്ടും. ഓക്കെ, ഇവിടെ നമ്മൾ ഓരോ സെഗ്മെൻറ്റിൻ്റെയും സ്ലോപ്പ് കണ്ടു. സ്ലോപ്പ് എന്ന് പറയുന്നത് ഡെൽറ്റ വി ഡിവൈഡ് ബൈ ഡെൽറ്റ ടി ചെയ്താൽ മതി. ഡെൽറ്റ വി ഡിവൈഡ് ബൈ ഡെൽറ്റ ടി ചെയ്താൽ നമുക്ക് സ്ലോപ്പ് കിട്ടും. എന്നിട്ട് നമ്മൾ ഓരോ സെഗ്മെൻറ്റിൻ്റെയും സ്ലോപ്പ് എടുത്തു. അതിൽ പോസിറ്റീവായിട്ടുള്ള സ്ലോപ്പ് ഉള്ളതിനെയും അതുപോലെ നമ്മൾ നെഗറ്റീവായിട്ടുള്ള സ്ലോപ്പ് ഉള്ളതിനെയും നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. അതിൽ പോസിറ്റീവായിട്ടുള്ള സ്ലോപ്പ് ഉള്ളതിന് പോസിറ്റീവ് ആക്സിലറേഷൻ ആയിരിക്കും. നെഗറ്റീവായിട്ടുള്ള സ്ലോപ്പുള്ള സമയങ്ങളിലെല്ലാം നെഗറ്റീവ് ആക്സിലറേഷൻ ആയിരിക്കും, അതായത് റിട്ടാർഡേഷൻ ആയിരിക്കും. അപ്പോൾ ബോഡി ഈസ് റിട്ടാർഡിങ് എന്ന് പറഞ്ഞാൽ ബോഡി ഈസ് ഹാവിങ് നെഗറ്റീവ് ആക്സിലറേഷൻ എന്നാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, നെഗറ്റീവ് ആക്സിലറേഷൻ. നെഗറ്റീവ് ആക്സിലറേഷൻ ആണെന്ന് നമ്മൾ കണ്ടത്. നെഗറ്റീവ് സ്ലോപ്പുള്ള സ്ഥലങ്ങളിലെല്ലാം എന്തായിരിക്കും? നെഗറ്റീവ് ആക്സിലറേഷൻ ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം അല്ലേ. ഇഫ് എ ബോഡി ഈസ് ഇനീഷ്യലി അറ്റ് എക്സ് ഈക്വൽ ടു +2 മീറ്റർ. ബോഡി എന്താണ്? എക്സ് ഈക്വൽ ടു +2 മീറ്ററിലാണ് ആദ്യം ഉള്ളത്, 0-ലല്ല ഉള്ളത്.
2 മീറ്ററിലാണ് ഓൾറെഡി ഉള്ളത് അല്ലേ. ഇനി ഫൈൻഡ് ദ പൊസിഷൻ ഓഫ് ബോഡി ആഫ്റ്റർ 9 സെക്കൻഡ് ഫ്രം ദി ഗ്രാഫ് ഷോൺ. 9 സെക്കൻഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോഡി എവിടെയാണ് ഉണ്ടാവുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുള്ള കൺസെപ്റ്റ് വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ ഏരിയ നമുക്ക് എന്ത് തരുന്നുണ്ട്, ഡിസ്പ്ലേസ്മെൻറ്റ്, ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് തരുന്നുണ്ട് എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ നമ്മൾ ഇവിടെയുള്ള ഈ ഒരു 9 സെക്കൻഡിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് കാണാൻ ഇതിൻ്റെ ഏരിയ കണ്ടാൽ മതി അല്ലേ. ഇതിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, രണ്ട് സൈഡിൻ്റെയും സമ്മ് ഹാഫ് ഇൻറ്റു സം ഓഫ് ദി 2 പാരലൽ സൈഡ്സ് പ്ലസ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ഹാഫ് ഇൻറ്റു സം ഓഫ് പാരലൽ സൈഡ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അല്ലേ. ഓക്കെ, ചെയ്താൽ ഹാഫ് ഇൻറ്റു എന്താണ് 9 പ്ലസ് ഇത് 9 ആണ് അല്ലേ. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ബേസ് എന്ന് പറയുന്നത് 9 ആണ്. ഇതെന്താണ് 2 to 6 ആണ്. അപ്പോൾ 6 - 2 അതായത് 4 അല്ലേ. ഹാഫ് ഇൻറ്റു 9 + 4 ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എത്രയാണ് 10 ആണ് അല്ലേ. 10 ചെയ്താൽ 9 + 4 13 ആണ്. 13 × 10 എന്ന് പറയുന്നത് എത്രയാണ് 130 ഡിവൈഡഡ് ബൈ 2. 130 ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും, ഈക്വൽ ടു 65 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ 65 ആണ് ഇവിടുത്തെ ഏരിയ. അപ്പോൾ നമ്മളെ ആൻസർ 65 ആണ് അല്ലേ. അല്ല, പിന്നെന്താണ്, ആദ്യം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ബോഡി ഇനീഷ്യലി x = +2 മീറ്ററിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി ബോഡി എവിടെയാണുള്ളത്, +2 മീറ്ററിലാണ് ഉള്ളത് അല്ലേ. ഇനി ഇതിലേക്ക് 65 മീറ്ററും കൂടി ആഡ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ ബോഡി എവിടെ ആയിരിക്കും, 67 മീറ്ററിലായിരിക്കും ഉണ്ടാവുക അല്ലേ. 67 മീറ്റർ. ഓക്കെ, അപ്പോൾ ഇനീഷ്യൽ പൊസിഷൻ 0 അല്ല എന്നുണ്ടെങ്കിൽ അതുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓക്കെ, ഇനി അടുത്ത ഗ്രാഫാണ് ആക്സിലറേഷൻ ടൈം ഗ്രാഫ്. ആക്സിലറേഷൻ ടൈം ഗ്രാഫിൽ നിന്നും നമുക്ക് ചേഞ്ച് ഇൻ വെലോസിറ്റി കാണാൻ പറ്റും. ദ ഏരിയ ബിറ്റ്വീൻ ദ കർവ് ആൻഡ് ദി ടൈം ആക്സിസ് represents the change in velocity of the particle during the given time interval in acceleration time graph. ആക്സിലറേഷൻ ടൈം ഗ്രാഫിൻ്റെ കീഴിലുള്ള ഏരിയ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ വെലോസിറ്റി ആണ് നമുക്ക് തരിക. നേരത്തെ നമ്മൾ വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ ഏരിയ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് തരുന്നു എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ആക്സിലറേഷൻ ടൈം ഗ്രാഫിൻ്റെ ഏരിയ നമുക്ക് ചേഞ്ച് ഇൻ വെലോസിറ്റി തരുന്നു. അതായത് നേരത്തെ എടുത്തതുപോലെ നമ്മളിവിടെ ഈ ടോട്ടൽ ഏരിയ കാണാൻ വേണ്ടിയിട്ട്, ആക്സിലറേഷൻ ടൈം ഗ്രാഫിൻ്റെ അണ്ടറിലുള്ള ടോട്ടൽ ഏരിയ കാണാൻ വേണ്ടിയിട്ട് ചെറിയ ഒരു ഏരിയനെ നമ്മൾ എടുക്കുകയാണ്. അതിനെ ഞാനിവിടെ ഒന്നുകൂടി സൂം ചെയ്ത് വരയ്ക്കുകയാണ്. ഓക്കെ, ഇതാണ് എ എന്ന് പറയുന്നത്, ഇതിനെ നമ്മൾ DT ആയിട്ട് എടുക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ സെഗ്മെൻറ്റിൻ്റെ ഏരിയ എന്ന് പറയുന്നത് A × DT ആണ് അല്ലേ. A × DT. ഈ ചെറിയ ഏരിയയെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ഈ ടോട്ടൽ ഏരിയ നമുക്ക് കിട്ടും അല്ലേ. ടോട്ടൽ ഏരിയ അതായത് T1 to T2 എന്ന് പറയുന്ന, അല്ലെങ്കിൽ T2 - T1 എന്ന് പറയുന്ന ടൈം ഇൻ്റർവെല്ലിലുള്ള ഏരിയ. ഓക്കെ, അപ്പോൾ അത് ചെയ്യുകയാണെങ്കിൽ അതെങ്ങനെ നമുക്ക് കിട്ടുക, ഇതിന് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. അതായത് ഏരിയ = ഇൻ്റഗ്രൽ A dt അല്ലേ, ഫ്രം T1 to T2. നമുക്ക് ഓൾറെഡി അറിയാം A എന്നത് dv/dt ആണ് അല്ലേ. dv/dt ആക്സിലറേഷൻ എന്ന് പറയുന്നത് എന്താണ്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് dv = a dt എന്ന് എഴുതാം അല്ലേ. dv = a dt എന്ന് എഴുതാം. രണ്ട് സൈഡിൽ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇൻ്റഗ്രൽ dv = ഇൻ്റഗ്രൽ a dt എന്ന് എഴുതാൻ പറ്റും. റെഡിയാണല്ലോ. ഓക്കെ, ഇൻ്റഗ്രൽ dv എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻ്റഗ്രൽ dv എന്ന് പറഞ്ഞാൽ v - u ആണ്. അതായത് ചേഞ്ച് ഇൻ വെലോസിറ്റി ആണ് അല്ലേ. ചേഞ്ച് ഇൻ വെലോസിറ്റി = ഇൻ്റഗ്രൽ a dt എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് v - u = ഇൻ്റഗ്രൽ a dt എന്ന് കിട്ടി. അതുപോലെ ഇവിടെ ഏരിയ = ഇൻ്റഗ്രൽ a dt എന്ന് കിട്ടി അല്ലേ. ഇതിനെ രണ്ടിനെയും നമ്മൾ ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ ഏരിയ = v - u എന്ന് കിട്ടും. റെഡി. അപ്പോൾ ആക്സിലറേഷൻ ടൈം ഗ്രാഫിൻ്റെ അണ്ടറിലുള്ള ഏരിയ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ വെലോസിറ്റിയാണ് നമുക്ക് നൽകുന്നത്. ഓക്കെ, അതുപോലെ
വെലോസിറ്റി ടൈം ഗ്രാഫ്, വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ്. നേരത്തെ നമ്മൾ വെലോസിറ്റി ടൈം ഗ്രാഫിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത് അല്ലേ. അപ്പോൾ വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ്, അതുപോലെ വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്നും എങ്ങനെയാണ് ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ കാണുന്നത്, അതുപോലെ ഡിസ്പ്ലേസ്മെന്റ് കാണുന്നത് എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് തന്നിട്ടുള്ളത് ഡിസ്പ്ലേസ്മെന്റും വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിൽ നമുക്കറിയാം എ ഈക്വൽ ടു ഡി വി ബൈ ഡി ടി ആണ് അല്ലേ. എ ഈക്വൽ ടു ഡി വി ബൈ ഡി ടി ആണ്. ആ ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഡി വി ബൈ ഡി ടി എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ എഴുതാം, എ ഈക്വൽ ടു ഡി വി ബൈ ഡി ടി എന്നുള്ളതിനെ ഡി വി ബൈ ഡി എസ് ഇൻറ്റു ഡി എസ് ബൈ ഡി ടി എന്ന് എഴുതാം അല്ലേ. ഡി വി ബൈ ഡി എസ് ഇൻറ്റു ഡി എസ് ബൈ ഡി ടി. ഇവിടെ ഡി എസ് ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ എന്താണ്, വെലോസിറ്റിയാണ്. അപ്പോൾ വി ഇൻറ്റു ഡി വി ബൈ ഡി എസ് എന്ന് എഴുതാൻ പറ്റും. ഈ ഡി വി ബൈ ഡി എസ് ആണ് നമ്മുടെ വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫിലെ സ്ലോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇവിടെയുള്ള ഈ ഒരു പോയിന്റിലുള്ള ടാൻജന്റ് വരയ്ക്കുകയാണെങ്കിൽ ആ ടാൻജന്റിന്റെ സ്ലോപ്പ് ടാൻ തീറ്റ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇതിനെ ഞാൻ V2 ആയിട്ടും ഇവിടെ V1 ആയിട്ടും എടുത്തു, അതുപോലെ S2 ആയിട്ടും S1 ആയിട്ടും എടുത്താൽ ഡി വി ബൈ ഡി എസ് ആയിരിക്കും ഈ ടാൻജന്റിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് അല്ലേ. ടാൻജന്റിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ഡി വി ബൈ ഡി എസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ആക്സിലറേഷൻ ഈക്വൽ ടു വി ഇൻറ്റു സ്ലോപ്പ് എന്ന് എഴുതാം അല്ലേ. വി ഇൻറ്റു സ്ലോപ്പ്, അതായത് ഡി വി ബൈ ഡി എസ് സ്ലോപ്പ് ആണല്ലോ, അതുകൊണ്ട് ആക്സിലറേഷൻ ഈക്വൽ ടു വി ഇൻറ്റു സ്ലോപ്പ് എന്ന് എഴുതാൻ പറ്റും. റെഡി? ഓക്കെ, സ്ലോപ്പ് ഡി വി ബൈ ഡി എസ് ആണ്, ആക്സിലറേഷൻ ഈക്വൽ ടു വി ഇൻറ്റു ഡി വി ബൈ ഡി എസ് ആണ്. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് വേണമെങ്കിൽ ആക്സിലറേഷനെ എന്ത് ചെയ്താം, ആക്സിലറേഷൻ്റെ താഴേക്ക് വിനെ കൊണ്ടുവന്നിട്ട് എ വി ബൈ ഈക്വൽ ടു സ്ലോപ്പ് എന്ന് എഴുതാൻ പറ്റും അല്ലേ. സ്ലോപ്പ് ഈക്വൽ ടു എ ബൈ വി, അതുപോലെ സ്ലോപ്പ് ഈക്വൽ ടു എ ബൈ വി എന്ന് നമുക്ക് കിട്ടും അല്ലേ. എ ബൈ വി, സ്ലോപ്പ് ഈക്വൽ ടു എ ബൈ വി, അല്ലെങ്കിൽ ഡി വി ബൈ ഡി എസ് ഈക്വൽ ടു എ ബൈ വി. ഇങ്ങനെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റിലേഷൻഷിപ്സ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ആക്സിലറേഷൻ കാണാൻ ഡി വി ബൈ ഡി എസ്, അതായത് സ്ലോപ്പ് ഇൻറ്റു വി ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ആക്സിലറേഷൻ കിട്ടും. ഓക്കെ, അതാണ് വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ്. ഇനി നമുക്ക് ഗ്രാഫുമായി ബന്ധപ്പെട്ട് പാസ്റ്റ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം അല്ലേ. എ പാർട്ടിക്കിൾ ഷോസ് ഡിസ്റ്റൻസ് ടൈം കർവ് ആർ ഷോൺ ഇൻ ദി ഫിഗർ. ദ മാക്സിമം ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ഓഫ് ദി പാർട്ടിക്കിൾ ഈസ് അറൌണ്ട് ദി പോയിന്റ്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരേ ഒരു കൺസെപ്റ്റ്, അതായത് പോസിറ്റീവ് സ്ലോപ്പ് എവിടെയാണ് കൂടുതൽ ഉള്ളത് എന്ന് നോക്കിയാൽ നമുക്ക് ഡിസ്റ്റൻസ് ടൈം ഗ്രാഫിലാണെങ്കിൽ സ്ലോപ്പ് എവിടെയാണ് കൂടുതലുള്ളത് നോക്കിയാൽ ആ പോയിന്റിലായിരിക്കും എന്തുണ്ടാവുക, കൂടുതൽ വെലോസിറ്റി ഉണ്ടാവുക അല്ലേ. ഇവിടെ പോയിന്റ് എ ഉണ്ട്, ഇവിടെ നമ്മൾ ടാൻജൻറ്റ് വരയ്ക്കാണ്, ബിയിൽ ടാൻജൻറ്റ് വരയ്ക്കാണ്, സിയിൽ മറ്റൊരു ടാൻജൻറ്റ്, ഡിയിൽ വേറെ ഒരു ടാൻജൻറ്റ്. നമുക്ക് ഏറ്റവും കൂടുതൽ ടാൻജൻറ്റിൻ്റെ സ്ലോപ്പിൻ്റെ വാല്യൂ കൂടുതലായിട്ട് കിട്ടുന്നത് എവിടെയാണ്, സിയിലാണ് അല്ലേ. അതുകൊണ്ട് തന്നെ സിയിലായിരിക്കും മാക്സിമം വെലോസിറ്റി എന്ന് പറയുന്നത്. ഡിസ്റ്റൻസ് ടൈം ഗ്രാഫിൻ്റെ അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പാണ് എന്ത്, വെലോസിറ്റി. അപ്പോൾ സ്ലോപ്പിൻ്റെ വാല്യൂ കൂടുതൽ സ്ലോപ്പ് എവിടെയാണോ ഉള്ളത് അവിടെ ആയിരിക്കും കൂടുതൽ വെലോസിറ്റി ഉണ്ടാവുക അല്ലേ. ഇവിടെ സിയിലാണ് എന്ത്, കൂടുതൽ സ്ലോപ്പ് ഉള്ളത്, അതുകൊണ്ട് തന്നെ കൂടുതൽ വെലോസിറ്റി ഉള്ളത് എവിടെയാണ്, സിയിലാണ്. ഓക്കെ, ഇനി അടുത്ത വേറൊരു ക്വസ്റ്റ്യൻ APMTയിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. APMT എന്ന് പറയുമ്പോൾ നീറ്റിൻ്റെ മുന്നേ ഉള്ള മെഡിക്കൽ എൻട്രൻസ് എക്സാം. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് ഓഫ് എ മൂവിംഗ് പാർട്ടിക്കിൾ ഈസ് ഷോൺ ബിലോ. ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ഓഫ് ദി പാർട്ടിക്കിൾ ഈസ് നെഗറ്റീവ്. വെലോസിറ്റി നെഗറ്റീവ് ആയിട്ടുള്ളത്, ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി നെഗറ്റീവ് ആയിട്ടുള്ളത് ഏത് പോയിന്റിലാണെന്നാണ്. നമുക്ക് സ്ലോപ്പ് നോക്കിയാൽ മതി അല്ലേ. സിയിലുള്ള സ്ലോപ്പ് എന്താണ്, സിയിലുള്ള സ്ലോപ്പ് പോസിറ്റീവാണ്. ഡി എന്ന പോയിന്റിലെ സ്ലോപ്പ് 0 ആണ്. ഇ എന്ന പോയിന്റിലെ സ്ലോപ്പ് നെഗറ്റീവാണ്. എഫിലെ സ്ലോപ്പ് പോസിറ്റീവാണ് അല്ലേ. അപ്പോൾ ഏത് പോയിന്റിലാണ് നെഗറ്റീവ് വെലോസിറ്റി ഉള്ളത്, ഇ എന്ന പോയിന്റിലാണ്. കാരണം അവിടെയാണ് എന്തുള്ളത്, നെഗറ്റീവ് സ്ലോപ്പ് ഉള്ളത് അല്ലേ. അപ്പോൾ ഇയിലാണ് എന്ത്, നെഗറ്റീവ് വെലോസിറ്റി ഉള്ളത് അല്ലേ. ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി നെഗറ്റീവ് ആയിട്ടുള്ളത്. ഇനി പാസ്റ്റിലേക്ക് ചോദിച്ചിട്ടുള്ള വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക് അല്ലേ. അതായത് വിച്ച് ഓഫ് ദി ഫോളോയിങ് കർവ് ഡസ് നോട്ട് റെപ്രസെൻറ്റ് മോഷൻ ഇൻ 1 ഡയമെൻഷൻ.
മോഷൻ ഇൻ 1 ഡയമെൻഷനെ റെപ്രസെൻ്റ് ചെയ്യാത്ത കർവ് ഏതാണ്, അതായത് പോസിബിൾ അല്ലാത്ത. ഇവിടെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, വെലോസിറ്റിയും ടൈമും തമ്മിലുള്ള റിലേഷനിൽ ഒരേ ടൈമിൽ സെയിം ടൈമിൽ 2 വെലോസിറ്റി കാണിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 3 വാല്യൂസ് ഫോർ വെലോസിറ്റി ഉണ്ടെങ്കിൽ അത് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഗ്രാഫ് ആയിരിക്കും. ഇവിടെ നോക്കൂ, ഫസ്റ്റിലെ ഗ്രാഫിൽ ഓരോ ടൈമിലും വെലോസിറ്റിക്ക് ഓരോ വാല്യൂ ആണുള്ളത് അല്ലേ. ഓക്കെ, അതുപോലെ സെക്കൻഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ടൈമിനെ ഞാൻ T1 എന്നെടുക്കുകയാണെങ്കിൽ T1 എന്ന് പറയുന്ന സമയത്ത് പാർട്ടിക്കിളിന് 2 വെലോസിറ്റി കാണിച്ചിട്ടുണ്ട്. ഇതും ഒരു വെലോസിറ്റിയാണ്, മുകളിലുള്ളത് മറ്റൊരു വെലോസിറ്റിയാണ്. അപ്പോൾ ഒരേ സമയത്ത് പാർട്ടിക്കിളിന് 2 വെലോസിറ്റി പോസിബിൾ അല്ല അല്ലേ. ഇനി മൂന്നാമത്തേലാണെങ്കിലോ, മൂന്നാമത്തേത് ഓരോ ടൈമിലും ഓരോ സെപ്പറേറ്റ് വെലോസിറ്റിയാണുള്ളത് അല്ലേ. നാലാമത്തേതിലോ അതുപോലെ തന്നെ ഒരു വാല്യൂ മാത്രമാണുള്ളത് അല്ലേ. അപ്പോൾ ബി എന്ന് പറയുന്ന ഓപ്ഷനിൽ ഒരേ ടൈമിൽ വെലോസിറ്റിക്ക് 2 വാല്യൂസ് ഉണ്ട്, വിച്ച് ഈസ് ഇമ്പോസിബിൾ. അതുകൊണ്ട് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഗ്രാഫ് എന്ന് പറയുന്നത് ബി ആണ്. ഓക്കെ, ഇത്തരം ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നീറ്റ് എക്സാമിൽ ചോദിക്കാറുണ്ട് ഗ്രാഫുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ഓർത്തിരിക്കുക, പോസിറ്റീവ് സ്ലോപ്പ് ആണെങ്കിൽ വെലോസിറ്റി പോസിറ്റീവ് ആയിരിക്കും. ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫിലാണെങ്കിൽ വെലോസിറ്റി പോസിറ്റീവ് ആയിരിക്കും. വെലോസിറ്റി ടൈം ഗ്രാഫിലാണെങ്കിൽ ആക്സലേഷൻ പോസിറ്റീവ് ആയിരിക്കും. ഇനി നെഗറ്റീവ് സ്ലോപ്പ് ആണെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫിലാണെങ്കിൽ വെലോസിറ്റി നെഗറ്റീവ് ആയിരിക്കും. വെലോസിറ്റി ടൈം ഗ്രാഫിലാണെങ്കിൽ ആക്സലേഷൻ നെഗറ്റീവ് ആയിരിക്കും. സ്ലോപ്പ് 0 ആണെങ്കിൽ ആക്സലേഷൻ്റെയും വെലോസിറ്റിൻ്റെയൊക്കെ വാല്യൂ 0 ആയിരിക്കും. ഈ കൺസെപ്റ്റ് ഓർത്ത് വെക്കുക. അതുപോലെ ഞാൻ ഇന്ന് നമ്മൾ പഠിച്ചിട്ടുള്ള ഗ്രാഫ് ഒന്ന് സമ്മറൈസ് ചെയ്യാം. ആദ്യം നമ്മൾ പൊസിഷൻ ടൈം ഗ്രാഫ് പഠിച്ചു. അവിടെ നമ്മൾ സ്ലോപ്പ് ഈക്വൽ ടു ആവറേജ് വെലോസിറ്റിയാണ്, അല്ലെങ്കിൽ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിയാണ്. ഒരു ടൈം ഇൻ്റർവെല്ലിലുള്ള കോഡിൻ്റെ സ്ലോപ്പാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ആ കോഡിൻ്റെ സ്ലോപ്പാണ് എന്ത്, അവിടുത്തെ ആവറേജ് വെലോസിറ്റി. ഇനി ഒരു പോയിന്റിലുള്ള ടാൻജൻ്റ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ആ ടാൻജൻറ്റിൻ്റെ സ്ലോപ്പാണ് അവിടുത്തെ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി എന്ന് പറയുന്നത്. ഇനി വെലോസിറ്റി ടൈം ഗ്രാഫിലേക്ക് വരുമ്പോൾ അവിടെ ആവറേജ് വെലോസിറ്റി ഉണ്ട്, ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി ഉണ്ട്, അതുപോലെ ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ട്. കോഡിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ആവറേജ് വെലോസിറ്റിയാണ്, ടാൻജൻറ്റിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിയാണ്. അതേസമയം അവിടുത്തെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്, ഡിസ്പ്ലേസ്മെൻ്റ് ആണ് അല്ലേ. ഇനി ഏരിയ ടൈം ഗ്രാഫ് ആണെങ്കിൽ അവിടുത്തെ ഏരിയ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ വെലോസിറ്റിയാണ്. ഓക്കെ, അതുപോലെ ഡിസ്പ്ലേസ്മെൻറ്റ് വേഴ്സസ് ടൈം ഗ്രാഫ് ആണെങ്കിൽ, അതുപോലെ ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് ആണെങ്കിൽ അവിടെ നമുക്ക് dv/ds ആണ് അവിടുത്തെ സ്ലോപ്പ് കിട്ടുക. അവിടുത്തെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് v/dv/ds ആയിരിക്കും. ഓക്കെ, ഈ രൂപത്തിൽ നമുക്ക് ഗ്രാഫിലെ ഇൻ്റർപ്രിറ്റേഷനൊക്കെ നടത്തി അതിലെ ക്വസ്റ്റ്യൻസൊക്കെ ചെയ്യാൻ പറ്റും. മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. ഗ്രാഫുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് മാക്സിമം ഇന്ന് എന്ത് ചെയ്യുക, വർക്കൗട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.